ഇന്നത്തെ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മളെ റെസിപ്പി നല്ല ടേസ്റ്റി ആയതും അതുപോലെ തന്നെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ്. ഇത് നമുക്ക് അരി അരക്കോ കുതിർത്തോ ഒന്നും ചെയ്യാതെ വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ബ്രേക്ക്ഫാസ്റ്റും കൂടിയാണ്. ഇത് നമുക്ക് കറികളൊന്നും കൂട്ടാതെ കഴിക്കാനും പറ്റും. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എന്നാൽ ശരി, നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. അപ്പോൾ ഇതുണ്ടാക്കിയെടുക്കാൻ വേണ്ടി നമുക്ക് ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് 250 കപ്പിന് അര കപ്പ് റവ ഇട്ട് കൊടുക്കാം. റോസ്റ്റഡ് റവയാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത്. നമുക്കിതിലേക്ക് വറുക്കാത്ത റവയാണെങ്കിലും എടുക്കാം. ഇതുപോലെ അര കപ്പ് റവ ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി അതേ അളവിൽ തന്നെ 250 കപ്പിന് തന്നെയാണ് അര കപ്പ് പച്ചരിപ്പൊടി ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ നൈസ് പത്തിരിക്കെല്ലാം എടുക്കുന്ന ഈ ഒരു പൊടിയാണ്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് മൈദ ചേർത്ത് കൊടുക്കും. ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള സവോള ഇതുപോലെ ഒന്ന് ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. കൂടെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്ത 2 മീഡിയം സൈസിലുള്ള പച്ചമുളക്, പിന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തത്, കുറച്ച് മല്ലിയില കട്ട് ചെയ്തെടുത്തത്, പിന്നെ കുറച്ച് കറിവേപ്പില കട്ട് ചെയ്തെടുത്തത്, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, കൂടെ 1/4 ടീസ്പൂൺ ഉപ്പ്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 2 ടേബിൾ സ്പൂൺ തൈര്. അധികം പുളിയില്ലാത്ത തൈരാണ് ഞാനിപ്പോൾ ഇവിടെ 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമുക്ക് 250 കപ്പിന് തന്നെ 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇതുപോലെ 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് 250 കപ്പിന് തന്നെ 1 കപ്പും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് നമുക്ക് നല്ല പോലെ ലൂസായിട്ടാണ് ബാറ്റർ റെഡിയാക്കി എടുക്കേണ്ടത്. അങ്ങനെ ഇപ്പോൾ ഇതാ 1 കപ്പും കൂടെ വെള്ളം ഞാൻ ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കൊരു 15 മിനിറ്റ് റെസ്റ്റിന് മാറ്റി വെക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് റവയും അരിപ്പൊടിയെല്ലാം വെള്ളത്തിൽ നന്നായിട്ടൊന്ന് കുതിർന്ന് കിട്ടും. അങ്ങനെ ഇതിപ്പം ഞാനിവിടെ റെസ്റ്റിന് മാറ്റി വെച്ചിട്ട് ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മൾ റവയും അരിപ്പൊടിയെല്ലാം നമുക്ക് വെള്ളത്തിൽ നല്ല പോലെ തന്നെ കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ബാറ്റർ അല്പം കൂടെ തിക്കായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വീണ്ടും വെള്ളം ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഇവിടെ 250 കപ്പിന് 1/4 കപ്പും കൂടെ വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ വറുക്കാത്ത റവയാണ് ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ ഈ ഒരു അളവിൽ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല, കുറച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. അങ്ങനെ ഇതിപ്പം ഞാൻ വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതാ ഈ ഒരു പാകത്തിനായിരിക്കണം നമ്മൾ ബാറ്റർ റെഡിയാക്കി എടുക്കേണ്ടത്. ഞാനിപ്പം ടോട്ടൽ 2.25 കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ ചുട്ടെടുക്കാം. ഇത് ചുട്ടെടുക്കാൻ വേണ്ടി ഞാനൊരു പാൻ സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. അങ്ങനെ ഇപ്പോൾ ഇതാ പാൻ നല്ല പോലെ ചൂടായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതുപോലെ ഒരു സ്റ്റീലിൻ്റെ ഗ്ലാസ് എടുക്കാം. തവി എടുക്കുന്നതിലും നല്ലത് ഇതുപോലൊരു സ്റ്റീലിൻ്റെ ഗ്ലാസ് എടുക്കുന്നതാണ്. ഓരോ പ്രാവശ്യവും നമ്മൾ ദോശ ഉണ്ടാക്കുമ്പോഴും ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കോരിയിട്ട് വേണം ഉണ്ടാക്കാൻ. അല്ലാന്നുണ്ടെങ്കിൽ ഈ റവ മുഴുവനായിട്ടും നമുക്ക് ഈ പാത്രത്തിൻ്റെ അടിയിൽ അടിഞ്ഞു കൂടിയിരിക്കും. അതുകൊണ്ട് നമ്മൾ ഓരോ പ്രാവശ്യവും ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് വേണം ദോശ ഉണ്ടാക്കിയെടുക്കാൻ. ഇനി നമുക്ക് മാവ് പാനിലേക്ക് ഇതുപോലെ അങ്ങ് ഒഴിച്ചു കൊടുക്കും. ആദ്യം ഇതുപോലെ സൈഡിൽ ഒഴിച്ചു കൊടുത്തിട്ട് പിന്നീട് സെൻറ്ററിൽ ഇതുപോലെ അങ്ങ് ഒഴിച്ചു കൊടുത്താൽ മതി. നമ്മുടെ മാവ് ഇതുപോലെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഫ്ലെയിം മീഡിയം ടു ഹൈ ഫ്ലെയിമിലാണ് വെച്ച് കൊടുക്കേണ്ടത്. ഇനി ദോശയുടെ മുകളിലത്തെ ആ വെള്ളമെല്ലാം ഒന്ന് വലിഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് അല്പം നെയ്യ് ഇതുപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നെയ്യ് ഇല്ലയെന്നുണ്ടെങ്കിൽ ഇതിനു പകരം നിങ്ങളുടെ കയ്യിൽ ഏതാണോ കുക്കിംഗ് ഓയിലുള്ളത് അത് ആക്കി കൊടുത്താലും മതി. റവ ദോശയ്ക്ക് നമ്മൾ സാധാ ദോശയേക്കാളും അല്പം കൂടെ വേവ് കൂടുതലായിരിക്കും. റവ ദോശയ്ക്ക് വെള്ളത്തിൻ്റെ അളവ് കൂടുതലായി വരുന്നത് കൊണ്ടാണ് നമുക്കിത് വേവാൻ സമയമെടുക്കുന്നത്. ഇതുപോലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്ന സമയത്ത് നമുക്കിത് പാനിന്നും എടുക്കാം. ഇത് നമുക്ക് മറിച്ചിടേണ്ട ആവശ്യമില്ല. ഇത് നമുക്ക് അത്യാവശ്യം ക്രിസ്പി ആയിട്ടാണ് കിട്ടുന്നത്.
ബാക്കിയുള്ള ബാറ്ററും നമുക്കിതുപോലെ പാനിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഫ്ലെയിം മീഡിയം ടു ഹൈ ഫ്ലെയിമിലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ മുകളിലത്തെ വെള്ളം വലിഞ്ഞതിന് ശേഷം നമുക്ക് അല്പം നെയ്യ് ഇതുപോലെ അങ്ങ് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതുപോലെ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്ന സമയത്ത് നമുക്ക് പാനിന് എടുത്ത് മാറ്റാം. ബാക്കിയുള്ളതും നമുക്ക് ഇതുപോലെ തന്നെ അങ്ങ് ചുട്ടെടുക്കാം. ബാക്കിയുള്ളതും ഞാൻ ഇതുപോലെ തന്നെ അങ്ങ് ചുട്ടെടുത്തിട്ടുണ്ട്. അങ്ങനെ ഇതാ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് നമുക്കിവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് ചൂടോടുകൂടി കഴിക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് കിട്ടുന്നത്. ഇത് ചൂടോടുകൂടി കഴിക്കുകയാണെങ്കിൽ നമുക്കിതിന് കറികൾ ആവശ്യം തന്നെ ഇല്ല. ബ്രേക്ക്ഫാസ്റ്റിന് നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു റവ ദോശയാണിത്. അപ്പോൾ എല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കാനും വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. ഇൻഷാ അല്ലാഹ് അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.